ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന പാൻറ്റിനസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്ലാന്റിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നടീൽ രീതി, പോട്ടിംഗ് മിക്സും വളപ്രയോഗമൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് അടിപൊളി ഒരു ഇൻഡോറും ഔട്ട്ഡോറുമായിട്ട് വയ്ക്കുന്ന പ്ലാന്റാണ്. അപ്പം ഇതിൻ്റെ ചുവട് ഭാഗത്ത് നിന്നാണ് ഒരുപാട് നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നതാണ്. ഇപ്പോൾ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ടുള്ള പ്ലാന്റാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്താണെന്ന് ആദ്യം നോക്കാം. അത്യാവശ്യം നല്ല റൂട്ടഡ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സാവധാനം ഈ ഒരു കവറിന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് ഈ ഒരു കവറിൻ്റെ 4 സൈഡിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ ഫിംഗർ ഇങ്ങനെ ഈ ഒരു കണക്കിന് ഇങ്ങനെ വെച്ചിട്ട് ചരിച്ചൊന്ന് ഊരിയെടുത്താൽ മതി. കവറിന് പുറത്തേക്ക് ഇപ്പോൾ വേരുകൾ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. അത്യാവശ്യം മണ്ണ് നല്ല ടൈറ്റാണ്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ ഇത് ഊരി വരുള്ളൂ. കണ്ടോ, അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ റൂട്ടുകൾ വന്നിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നമുക്കിതിൻ്റെ മണ്ണ് കുറച്ചങ്ങ് മാറ്റിക്കളയാം. മണ്ണ് മാറ്റിയിട്ട് നടുന്നതാണ് കൂടുതൽ നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ മണ്ണിൽ ചിലപ്പോൾ ചെതൽ കയറിയിട്ട് നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ടെല്ലാം നശിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു മെലസ്റ്റോമ പ്ലാന്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മണ്ണങ്ങ് മാറ്റുകയാണ്. നമുക്ക് വെള്ളത്തിൽ വെച്ച് ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഇതുപോലെ നനച്ച രൂപത്തിൽ മണ്ണ് നന്നായിട്ട് ഇളകി വരും. ഉണ്ടോ, ഇതുപോലെ നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ വേരുകൾ ഡാമേജ് ആവും. നല്ല രീതിക്ക് ഇപ്പോൾ റൂട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. നമ്മൾ മണ്ണ് ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു പോട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് നമ്മളിതിൻ്റെ ചുവട് ഭാഗത്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നടാൻ വേണ്ടി ഞാൻ പോട്ടിംഗ് മിക്സായിട്ട് എടുത്തിട്ടുള്ള ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും കുറച്ച് എല്ലുപൊടിയും വേപ്പമണ്ണാക്കും കൂടിയാണ്. അപ്പം നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഈ ഒരു പ്ലാന്റ് നട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പോട്ടിംഗ് മിക്സിനുള്ളിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു മുക്കാൽ പോട്ടോളം പോട്ടിംഗ് മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുമ്പ് പ്ലാന്റ് നടാൻ വേണ്ടി എടുത്ത പോട്ടിംഗ് മിക്സാണ്. അപ്പം കുറച്ച് ബാലൻസ് വന്നതാണ്. അപ്പോൾ വളങ്ങളെല്ലാം ഞാൻ മുമ്പേ ആഡ് ചെയ്ത് വെച്ചിരുന്ന മണ്ണാണ്. അപ്പോൾ ആ പ്ലാന്റ് ഞാൻ ഈ ഒരു പോട്ടിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കട്ടിയുള്ള റൂട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടിപ്പോകുന്നില്ല, പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബാക്കി പോട്ടിംഗ് മിക്സ് നമുക്ക് വശങ്ങളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏതൊരു പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ ഇതുപോലെ പോട്ടിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് നടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പോട്ടിൽ ഏകദേശം നമ്മൾ ഫില്ലായിട്ട് തന്നെ നമ്മൾ പോട്ടിംഗ് മിക്സ് നിറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ ചാണകപ്പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഒരുപാട് അങ്ങ് താന്ന് പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നട്ട് എടുത്തിട്ടുണ്ട്. ചുവടെ നമ്മൾ അധികം പ്രസ്സൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് നനച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഒരു പ്ലാന്റ് ഒന്ന് നനച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏതൊരു പ്ലാന്റ് നനയ്ക്കുമ്പോൾ ഇതുപോലെ ലീഫെല്ലാം നന്നായിട്ട് നനയുന്ന രീതിക്ക് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേഷൻ മെത്തേഡൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്ലാന്റാണിത്. ഗാർഡനിൽ നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് കാണാനും. കണ്ടോ, അതിൻ്റെ ലീഫിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ പരിപാലനത്തിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അധികം വെയിൽ കിട്ടുന്ന ഭാഗത്ത് നമ്മൾ ഈ ഒരു പ്ലാന്റ് വെക്കുകയാണെങ്കിൽ കണ്ടോ ഇതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫ് കരിയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ പഴയ ലീഫുകൾ നമ്മുടെ പ്ലാന്റ് വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റ് നല്ല ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാട് സമയം കണ്ടിന്യൂസ് ആയിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെക്കരുതെന്നാണ്. ചെറിയ രീതിക്കുള്ള വെയിലെല്ലാം ആവാം. അതുപോലെ ഇൻഡോറായിട്ട് നമുക്ക് സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റാണിത്. പിന്നെ ഈ ഒരു ചെടിക്ക് നമുക്ക് ഏത് തരത്തിലുള്ള വളങ്ങൾ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പോട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത്യാവശ്യം നല്ല റൂട്ടുള്ള പ്ലാന്റാണ്. അതുപോലെ വളരെ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ചുവട് ഭാഗത്തുനിന്നായിട്ട് പുതിയ തൈകൾ വരുന്നതുമായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് വളരെ എളുപ്പമാണ്. ഈ ഒരു പ്ലാന്റ് കാഴ്ചയ്ക്ക് നമ്മുടെ സ്പൈഡർ പ്ലാന്റിനോട് സാമ്യമുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു ചെടി നമ്മളിങ്ങനെ അടുത്തടുത്ത് ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് തന്നെ ഒരുപാട് അടുത്തടുത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഒരുപാട് പരിപാലനമൊന്നും കൊടുക്കാതെ ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്.
ഒരുപാട് വളങ്ങൾ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നതായിരിക്കും. അതുമാത്രമല്ല മറ്റ് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഇടയിലായിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയും കൂടി ആയിരിക്കും ഇത് കാണാനായിട്ട്. അപ്പോൾ മുമ്പ് നമ്മൾ പോട്ട് ചെയ്ത് വെച്ച് നമ്മുടെ വയലറ്റ് മുല്ലയുടെ പ്ലാന്റ് ആണ്. ഇതുപോലെ നമ്മൾ റൂട്ടെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചതാണ്. മണ്ണെല്ലാം മാറ്റിയിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട് കണ്ടോ. അപ്പോൾ ഈ ഒരു ചെടിയുടെ നടിയിൽ രീതിയും പരിപാലനവും വളപ്രയോഗം നമ്മുടെ ചാനലിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക. അടിപൊളി ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാൻഡനസ് പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ട്, അതിൻ്റെ നടിയിൽ രീതിയും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.